പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നത്തെ 3 മിനിറ്റ്സ് ടോപ്പിക്കിൽ ലിവിങ് ടുഗദർ ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന ടോപ്പിക്കാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് നാം ഏറെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. വിവാഹം കഴിക്കാതെ ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ചു ജീവിക്കുക എന്ന ജീവിത രീതിയാണ് ലിവിങ് ടുഗദർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമുക്കിതിൻ്റെ ഇസ്ലാമിക വശം ഒന്ന് പരിശോധിച്ച് നോക്കാം. മനുഷ്യ ജീവിതത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്ന മതമാണ് ഇസ്ലാം. കുടുംബജീവിതത്തിനും വ്യക്തിജീവിതത്തിനും കുട്ടികളുടെ അവകാശങ്ങൾക്കും സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്കുമെല്ലാം ഏറെ പ്രാധാന്യം നൽകുന്ന മതമാകുന്നു ഇസ്ലാം എന്നത്. ഒരു സ്ത്രീയും പുരുഷനും ഒന്നിക്കുന്നത് നിയമപരമായും പവിത്രവുമായ നിക്കാഹ് ബന്ധത്തിലൂടെയാണ്. വിശുദ്ധ ഖുർആൻ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മവദ്ദത്തം വറഹ്മ എന്നാകുന്നു. വിവാഹം ഒരു സാമൂഹിക കരാറ് മാത്രമല്ല, ഉത്തരവാദിത്വവും വിശ്വാസവും കുടുംബത്തിൻ്റെ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന ഒരു ബന്ധമാണ് വിവാഹബന്ധം അഥവാ നിക്കാഹ് എന്നത്. എന്നാൽ ലിവിങ് ടുഗദറിൽ പൊതുവെ അനിശ്ചിതത്വം കുറവായിരിക്കും. സുരക്ഷിതത്വവും വിശ്വാസവും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വവും വളരെയധികം കുറഞ്ഞ രീതിയിലാണ് ലിവിങ് ടുഗദറിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആളുകൾ സമൂഹം ഇന്ന് സ്വാതന്ത്ര്യം എന്നൊക്കെ കൊട്ടിഘോഷിക്കുമെങ്കിലും ഇസ്ലാം ഈ ഒരു അനിശ്ചിതത്വത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സുരക്ഷിതത്വമില്ലാത്ത ഒരു ബന്ധത്തിനെ ഇസ്ലാം അംഗീകരിക്കുന്നേയില്ല. ഏറ്റവും സുരക്ഷിതമുള്ള ഒരു സാമൂഹിക സുശക്തമായ സമൂഹമുണ്ടാകണമെങ്കിൽ അതിന് ആരോഗ്യകരമായ ഒരു കുടുംബ ബന്ധമുണ്ടായിരിക്കണം. അത് ഏറ്റവും പവിത്രമായ വിവാഹത്തിലൂടെ നിക്കാഹിലൂടെയാണ് ഇത് സാധ്യമാകുക എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അനസ് ബിൻ മാലിക്കിൽ നിന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും. അന്നിക്കാഹു മിൻ സുന്നത്തി ഫമൻ ലം യഅമൽ ബിസുന്നത്തി ഫലൈസ മിന്നി. നിക്കാഹ് എന്നത് എൻ്റെ ചര്യയിൽപ്പെട്ടതാകുന്നു. ആരെങ്കിലും അത് ഒഴിവാക്കുന്ന പക്ഷം, അത് ചെയ്യാതിരിക്കുന്ന പക്ഷം അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന്. ഇസ്ലാം മനുഷ്യൻ്റെ ജീവിതത്തിന് ഏറ്റവും സുരക്ഷിതത്വം നൽകുന്നതാകുന്നു. അവിഹിതവും അസാൻമാർഗികതയുമൊക്കെ ഇസ്ലാം അതുകൊണ്ട് തന്നെ പാടെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇസ്ലാം ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.